Good morning students. Welcome to our physics class for standard 8. We are starting a new chapter, chapter 14, chemical effect of electric current. This is a common chapter for physics and chemistry. So part of physics, but it is in this chapter we study the chemical effects of electric current. That is, the physics and chemistry are interrelated. Okay, let us start. Do you heard the term electric current? We know that electricity. What is electricity? Electricity is the flow of electrons. Electrons is a particle, that is, all the atoms are composed by three particles: electrons, neutrons and protons. This will you study in later classes, but remember that electricity means flow of electrons. We learned that during studying the chapter metals and non-metals. We have seen that metals are good conductors of electricity. Good conductors means they have free electrons in them. Metals have free electrons in them. These free electrons carry electricity. That is, the materials are classified into good conductors or insulators. Like materials, പദാർത്ഥങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചതാണ് അല്ലേ? ഓർക്കുന്നുണ്ടോ? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ പാസ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചു മെറ്റൽസ് ആണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് പഠിച്ചു അല്ലേ? ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് മെറ്റൽസ്. മെറ്റൽസിന് എക്സാമ്പിൾ കോപ്പർ അല്ലേ? കോപ്പറെ ഓരോ സബ്സ്റ്റൻസിന്റെയും ക്യാരക്ടർ അനുസരിച്ച്, അതായത് പ്രോപ്പർട്ടി അനുസരിച്ച് അതിന്റെ യൂസസ് വേരി ചെയ്യും അല്ലേ? നമുക്കറിയാം കോപ്പർ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഫോർ മേക്കിംഗ് ഇലക്ട്രിക് വയേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. Why this copper is used for making electrical wires and other electrical appliances? Because the copper carry or conduct electricity. Like copper electricity conduct ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ ഇൻസൈഡ് പാർട്സിലൊക്കെ എന്തുപയോഗിക്കും? കോപ്പർ ഉപയോഗിക്കും അല്ലേ? അതുപോലെ നമ്മൾ ഈ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ നമ്മൾ ഈ ഇലക്ട്രിക് വയേഴ്സ്, അതായത് കോപ്പർ വയറിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കോപ്പർ വയറിൽ ടച്ച് ചെയ്താൽ സംഭവിക്കും. വി ഗെറ്റ് ഷോക്ക് അല്ലേ? നമ്മൾ ഷോക്ക് അടിക്കും അല്ലെ? വിത്ത് ഇലക്ട്രിക് ഷോക്ക് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലൂടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് നല്ലൊരു കണ്ടക്ടറാണ്. അപ്പൊ ആ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ വയേഴ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത മെറ്റീരിയൽസ് കൊണ്ട് കവർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോപ്പർ വയറിലൊക്കെ ഇൻസുലേഷൻസ്, അതായത് പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഇലക്ട്രീഷ്യൻസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പണികളൊക്കെ, എന്തെങ്കിലും റിപ്പയറിംഗ് വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അവർ എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റിക് കോട്ടിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇൻസുലേറ്റർ, അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാത്ത മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. അപ്പൊ ഇൻസുലേറ്റേഴ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എയർ നമുക്കറിയാം, നിങ്ങൾ ടെസ്റ്ററൊക്കെ വെച്ച് കോപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ നിങ്ങൾ 7ാം ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോപ്പർ വയർ എടുത്തിട്ട് ആ കോപ്പർ വയർ ഒരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഏതാണ്, നെഗറ്റീവ് ടെർമിനൽ ഏതാണെന്നൊക്കെ അന്ന് നമ്മൾ മനസ്സിലാണ് അല്ലേ? അപ്പൊ ആ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ ഏത് ബൾബിലോട്ട് കൊടുത്തു അല്ലെ? ബൾബിന്റെ 2 എൻഡിലോട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനിടയ്ക്ക് ഒരു ടെസ്റ്റർ വെച്ച് വയറിന്റെ പീസ് ഉപയോഗിച്ചിരുന്നു. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കണക്ഷൻ കറക്റ്റ്
സെലക്ട് ആയിട്ട് കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. അതായത് അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇനി നമ്മൾ അതിന് പകരം പ്ലാസ്റ്റിക് നൂലുകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്താ കണ്ടത്? പ്ലാസ്റ്റിക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് സെല്ലാണ്. ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറാണ്. ഇലക്ട്രിസിറ്റിയുടെ ഒരു സ്റ്റോറാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലില് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ഈ സെല്ല് യൂസ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽ എനർജി, ആ സെല്ലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നോ അതിലധികമോ സെൽസ് നമ്മളൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ബാറ്ററി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ബാറ്ററി, ഒരെണ്ണമാണെങ്കിൽ നമ്മൾ ബാറ്ററി എന്ന് പറയത്തില്ല, ഒരെണ്ണമാണെങ്കിൽ സെല്ലാണ്. ഡ്രൈ സെല്ല്, നമ്മൾ പലതരത്തിലുള്ള സെല്ലുകളെ കുറിച്ചൊക്കെ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. ഇപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, സെല്ല് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി തന്നെയാണ് സെല്ല്. ഒന്നോ രണ്ടോ അതിലധികമോ സെല്ലുകളൊക്കെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ബാറ്ററി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ടോർച്ചിനകത്ത് 2-3 എണ്ണം ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ് നമ്മളിതിന് ബാറ്ററി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ മെറ്റൽസ്, അതായത് മെറ്റൽസ് സോളിഡ്സ് ആണ് അല്ലെ? അതൊക്കെ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, വോളിയം ഉണ്ട് അല്ലെ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സോളിഡ്സ് ആണ്. ഇനി ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ലിക്വിഡ്സിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നടക്കുന്ന അതിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ്. അതായത് കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബീക്കറിനകത്ത് ലെമൺ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ലെമൺ ജ്യൂസിൽ 2 വയർസ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വയറിന്റെ ഒരു വയറിന്റെ നമ്മൾ ബാറ്ററിയുടെ 2 സെല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ വരയും ഒരു ചെറിയ വരയാണ് ഒരു സെല്ല്. ഇവിടെ നമ്മൾ 2 സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വലിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ചെറിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിരിക്കും. നമ്മൾ ഇവിടുന്ന് ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഇതൊരു ബൾബാണ്. ഇവിടെ ടെസ്റ്ററിന് കൊടുത്ത പോലെ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നേരെ നമ്മൾ ഈ വയർ നമ്മൾ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഈ ബൾബ് ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കാൻ നമുക്കറിയാം, ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ഈ ഇങ്ങനെ കണക്ട് ചെയ്യാതിരുമ്പോൾ ഈ 2 വയേഴ്സും തമ്മിൽ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് എയറിലാണ്. അപ്പൊ നമ്മൾ കണ്ടു ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ബൾബ് കൊടുത്താൽ ഇവിടെ ഒരു സെല്ലിൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ബൾബ് ഗ്ലോ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഇവിടെ ഇങ്ങോട്ട് എത്തുന്നില്ല. അതായത് ഇടയ്ക്ക് എയറാണ്. എയർ എന്ന് പറയുന്നത് പൂവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ നമുക്കറിയാം ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് അതെന്താണ്? ഇടിമിന്നൽ എന്ന് പറയുന്നത്, ലൈറ്റനിങ് എന്ന് പറയുന്നതും ഇലക്ട്രിക് കറണ്ടാണ്. പക്ഷെ സർട്ടൺ കണ്ടീഷൻസ്, അതായത് അത് ഹൈ പവർ ഇലക്ട്രിസിറ്റിയാണ്. അത് എയർ ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതുകൊണ്ടാണ് എർത്തിലേക്ക് മിന്നലായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് സർട്ടൺ കണ്ടീഷൻസിൽ പൂവർ കണ്ടക്ടേഴ്സ് ആണ്. അതായത് അത് ഇൻസുലേറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. എയർ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ അല്ല, പൂവർ കണ്ടക്ടറാണ്. അപ്പൊ നമുക്ക് മെറ്റീരിയൽസിനെ അതുകൊണ്ടാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും പൂവർ കണ്ടക്ടേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് ഒന്നല്ലാതെ. അപ്പോൾ എയർ പൂവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, പ്ലാസ്റ്റിക്സ് ഇൻസുലേറ്റേഴ്സ് ആണ്. അവ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ലെമൺ ജ്യൂസിനകത്തൂടെ ലെമൺ ജ്യൂസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബൾബ് ഗ്ലോ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. പക്ഷെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. കാരണം എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ആണെങ്കിലും ഒരു ബൾബിൽ കൂടെ നമുക്ക് എങ്ങനെയാണ്
എങ്ങനെയാണ്? ബൾബിന്റെ അകത്ത്, ബൾബിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം വളരെ തിന്നായിട്ടുള്ള ഒരു വയർ. അത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന, അതായത് അന്ന് പറയുന്ന ബൾബിന്റെ ഫിലമെന്റ് ആണ്. നമ്മളിങ്ങനെ ബൾബ് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാണാൻ രണ്ട് ഇതിനുള്ളിലാണ് ഒരു കോയില് കാണാം. ആ കോയില് ടങ്സ്റ്റൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ആ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വയറാണ്. ആ വയറിൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ തിന്നായിരിക്കും. അതിന് റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്ലോ ആണ്. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ബൾബിനകത്ത് ഈ ഫിലമെന്റ് ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ട് ചൂടായിട്ട് റെഡ് ഹോട്ട് ആകുമ്പോൾ ആ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ഓബ്ജക്ട്സ് ഹീറ്റ് ആയിട്ട് ലൈറ്റ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ബൾബില് പ്രകാശം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഇനി ഈ ലെമൺ ജ്യൂസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെങ്കിൽ പോലും ഇതിവിടെ ചിലപ്പോൾ ഫ്ലോ ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നിന്ന് പറയുന്ന കറണ്ട് ചിലപ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള കറണ്ടായിരിക്കും. കാരണം ഇത് ലെമൺ ജ്യൂസ് വീക്ക് കണ്ടക്ടർ, അതായത് പൂർ കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ പക്ഷെ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് കാണാം. നമുക്ക് ഇതിന് പകരം ഒരു LED ബൾബ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് LED ബൾബ്. പച്ചയും മഞ്ഞയും കളറിൽ LED ബൾബ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. LED ബൾബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലൈറ്റിന്, ഇത് ലൈറ്റ് എന്നാണ് പറയുന്നത്, ഈ ഒരു ലൈറ്റിന് നീളം കൂടുതൽ, ഒരു ലൈറ്റ് 2 ലൈറ്റ്സ് കാണിക്കുന്നത്. അപ്പൊ ഇതിലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബാറ്ററികളോട് കണക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഈ നീളം കൂടിയത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടും നീളം കുറഞ്ഞത് നെഗറ്റീവ് ടെർമിനലിനോടും കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ LED വെക്കുമ്പോൾ എന്ന് വെച്ചാൽ വളരെ വീക്ക് ആയിട്ടുള്ള കറണ്ട് ആണെങ്കിലും LED ഗ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് ലെമൺ ജ്യൂസ് ഉള്ള എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ബൾബിന് പകരം നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? LED ഉപയോഗിക്കാം. LED ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത് നമുക്ക് കാണാം ചെറുതായിട്ട് പ്രകാശിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ലെമൺ ജ്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസിഡിക്കാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ആസിഡ്സ് ആൻഡ് ബേസിസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ് സോർ ടേസ്റ്റ് ആണ്, ആസിഡ്സ് ആണ് അല്ലേ? അപ്പൊ ആസിഡ്സിലെല്ലാം ഫ്രീ ആയിട്ട് എന്തുണ്ട്? H+ അയോൺസ്. ഈ H+ അയോൺസ്, അതായത് അയോൺസ് ഉള്ളിടത്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്, ചാർജുകളുള്ളത്. അപ്പൊ ചാർജുകളുടെ ഒരു ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലെമൺ ജ്യൂസ് ഒരു കണ്ടക്ടറാണ്. അപ്പൊ ലെമൺ ജ്യൂസില് എന്താണ് അതിനകത്ത് കെമിക്കൽസ് അല്ലാത്തുള്ള സബ്സ്റ്റൻസസ് വിഘടിച്ച്, അതായത് വിഘടിച്ചിട്ട് അയോണുകളായിട്ട് മാറും. ഈ അയോണുകളാണ് ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. വിഘടിക്കുക എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഈ ലെമൺ ജ്യൂസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് H+ അയോൺസും മൈനസ് അയോൺസും വരും. സിട്രിക് ആസിഡാണ്. അപ്പൊ സിട്രിക് ആസിഡിനകത്ത് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡാണ്. അപ്പൊ ഇതിനകത്ത് H+ അയോൺസും മൈനസ് അയോൺസും OH- അയോൺസും ഉണ്ടാകും. അപ്പൊ ഈ അയോണുകളാണ് ഇലക്ട്രിസിറ്റിയെ മുന്നോട്ട് ക്യാരി ചെയ്ത് അടുത്ത ഇപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇലക്ട്രിസിറ്റി വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഈ LED ബൾബ് ഫ്ലോ ചെയ്യുന്നത്. ഓർക്കുക, ലെമൺ ജ്യൂസ് അങ്ങനെയുള്ള ആസിഡ്സ് ഒക്കെ കണ്ടക്ടേഴ്സ് ആണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന നമുക്ക് ഇന്ന് മനസ്സിലായി. നമ്മൾക്കറിയാം നമുക്ക് എന്തുകൊണ്ടാണ് വെറ്റ് ഹാൻഡ് കൊണ്ട്, നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഷോക്ക് അടിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് വാട്ടറും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അതിനകത്ത് മിനറൽസ് എല്ലാം ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ പോകുന്നത്. മിനറൽസ് എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺസുകളൊക്കെയാണ്. അപ്പൊ അതൊക്കെ പോകുന്നത് കൊണ്ടാണ്, അതൊക്കെ നിർവീര്യമായിട്ട് പോകും നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അല്ലാതെ ആസിഡ്സും സോൾട്ടുകളും, അതായത് നമ്മുടെ സോഡിയം ക്ലോറൈഡ് ചേർത്ത വെള്ളത്തിൽ ഉപ്പ് ചേർത്താൽ നല്ലൊരു കണ്ടക്ടറാണ്. അപ്പോൾ കണ്ടക്ടർ എന്താണ്? ഇൻസുലേറ്റ്
ബാക്കി